ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മറ്റൊരു ഭാഗമാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നെസസറി അല്ലെങ്കിൽ ബേസിസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ബേസിസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്യാപിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ എത്രമാത്രം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര പെയ്ഡ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നിങ്ങനെയൊക്കെയാണ് ക്യാപിറ്റലിലെ പലതരത്തിലുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ സർവൈവലിന് വേണ്ട അത്യാവശ്യമുള്ള ഘടകമാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ അത്യാവശ്യമുള്ള ഘടകമാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ഫോർമേഷൻ ആക്ച്വലി സിഗ്നിഫൈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മേക്കിംഗ് ആൻഡ് ഇൻക്രീസിങ് മോർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ സ്വരൂപിക്കുക, ക്യാപിറ്റലിനെ വർദ്ധിപ്പിച്ചെടുക്കുക, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് മേക്കിംഗ് ആൻഡ് ഇൻക്രീസിങ് മോർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ മേക്ക് ചെയ്യുക, ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ക്യാപിറ്റൽ ഉള്ളത്. ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ, പിന്നെ ഒന്ന് ഡെപ്റ്റ് ക്യാപിറ്റൽ, പിന്നെ ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ക്യാപിറ്റൽ വിച്ച് ആർ ഓൺഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനാണ് നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ, അല്ലെങ്കിൽ സ്വന്തമായി സമാഹരിച്ച മൂലധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സ്വന്തമായി സമാഹരിച്ച മൂലധനങ്ങളാണ്. അതിൽ പൂർവിക സ്വത്ത് വഴിയാകാം, അതല്ലെങ്കിൽ ലാൻഡ് മുഖേനയാകാം, ഭൂമി ഇടപാട് വഴിയാകാം. ഇതൊക്കെ പൂർവികമായിട്ട് സമ്പാദിച്ചിട്ടുള്ള ക്യാപിറ്റലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ, ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് ദ amount of capital that is created through loans, that is developed through loans from banks or financial institutions and ഫ്രം ക്രെഡിറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ സ്വരൂപിച്ചിട്ടുള്ള എമൗണ്ട് ഓഫ് മണിയാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ ആർ ദ ക്യാപിറ്റൽ ദാറ്റ് ഈസ് നെസസറി ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇത് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് കറണ്ട് അസറ്റുകളിലുള്ള നിക്ഷേപത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് ലഭ്യമാവുന്നത്. കൂടാതെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സിന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളുള്ളത്. ദർ ആർ മെയിൻലി ത്രീ സ്റ്റേജസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ദേ ആർ ക്രിയേഷൻ ഓഫ് സേവിങ്സിൻ്റെ ക്രിയേഷനാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ദ വോള്യൂം ഓഫ് സേവിങ്സിൽ വരുന്ന ഇൻക്രീസ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഈ 3 എണ്ണമാണ് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. ദർ ആർ മെയിൻലി 3 സ്റ്റേജസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്രിയേഷൻ ഓഫ് സേവിങ്സിൻ്റെ ക്രിയേഷൻ. സെക്കൻഡ് വൺ പറയുന്നത് ഇൻക്രീസ് ഇൻ ദ വോള്യൂം ഓഫ് സേവിങ്സിൽ വരുത്തുന്ന ഇൻക്രീസ്. തേർഡ് വൺ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എക്സെട്ര. അതായത് നിക്ഷേപങ്ങളുടെ സമാഹരണം, നിക്ഷേപങ്ങളുടെ വോള്യം ഇൻക്രീസ് ചെയ്യൽ, അതുപോലെ തന്നെ നിക്ഷേപങ്ങളുടെ ക്രിയേഷൻ. ഈ 3 എണ്ണമാണ് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഒന്ന് ക്രിയേഷൻ ഓഫ് സേവിങ്സ്, രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ദ വോള്യൂം ഓഫ് സേവിങ്സ് വരുത്തുന്ന ഇൻക്രീസ്, മൂന്നാമത്തത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഈ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് കറൻറ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇമ്പോർട്ട്സ് which is not consumed or exported during the accounting period but is set aside as an addition to its stock of capital goods. Capital formation എന്ന് പറഞ്ഞാൽ it is defined as that part of current output and inputs.
കറൻറ്റ് ഔട്ട്പുട്ടുകളുടെയും അതുപോലെ തന്നെ ഇമ്പോർട്ടുകളുടെയും പാർട്ടാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന്, വിച്ച് ഈസ് നോട്ട് കൺസ്യൂംഡ് ഓർ എക്സ്പോർട്ടഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ കൺസ്യൂം ചെയ്യാത്തതോ എക്സ്പോർട്ട് ചെയ്യാത്തതോ ആയിട്ടുള്ള കറൻറ്റ് ഔട്ട്പുട്ടുകളുടെയും ഇമ്പോർട്ടുകളുമാണ് ക്യാപിറ്റൽ ഫോർമേഷൻ പറയുന്നത്. ബട്ട് ഈസ് സെറ്റ് അസൈഡ് ആസ് ആൻ അഡീഷൻ ടു ഇറ്റ്സ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിന് കൂടെ അതിനെ സെറ്റ് അസൈഡ് ചെയ്തതുമായിട്ടുള്ള ടോട്ടൽ പാർട്ട് ഓഫ് കറൻറ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇമ്പോർട്ട്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻവോൾവ്സ് ഹൗ ടു സേവ് മോർ. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സിൽ എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാം, ഹൗ ടു യൂട്ടിലൈസ് ദ കറൻറ്റ് സേവിങ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയുടെ കറൻറ്റ് സേവിങ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രണ്ട് പ്രോസസ്സാണ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി സിഗ്നിഫൈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണിത്. അതായത് മേക്കിംഗ് ആൻഡ് ഇൻക്രീസിങ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മേക്ക് ചെയ്യുക, അതിൽ ഇൻക്രീസ് ചെയ്യുക, ഇതിനെയാണ് നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഉള്ളത്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നൊന്ന് ഡെപ്റ്റ് ക്യാപിറ്റൽ, പിന്നൊന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൗ ടു സേവ് മോർ, എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, അതുപോലെ തന്നെ ഹൗ ടു യൂട്ടിലൈസ് ദ കറൻറ്റ് സേവിങ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയുടെ കറൻറ്റ് സേവിങ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നിങ്ങനെയുള്ള 2 പ്രോസസ്സ് അടങ്ങിയതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് കൺട്രീസ് കറൻറ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇമ്പോർട്ട്സ് വിച്ച് ഈസ് നോട്ട് കൺസ്യൂംഡ് ഓർ എക്സ്പോർട്ടഡ് during the accounting period but is set aside as an addition to its stock of capital goods. ഇനി അടുത്ത് പറയുന്നത് നാച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നാച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ദ സെൻറ്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്ലെയിംസ് ഓർ സർവീസസ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ ബൈയിങ് ഓർ സെല്ലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സെൻറ്ററിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ദ സെൻറ്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ ബൈയിങ്ങും സെല്ലിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റുകളുമായിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത്. അതായത് കറൻസി ഡെപ്പോസിറ്റുകൾ, ചെക്കുകൾ, ബില്ലുകൾ, ബോണ്ടുകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ മെക്കാനിസം ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ ബോറോവേഴ്സ് ത്രൂ വിച്ച് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഈസ് ഫെസിലിറ്റേറ്റഡ്. ഇൻവെസ്റ്റേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ളൊരു ട്രാൻസ്മിഷൻ മെക്കാനിസമാണ്. ഇതിലൂടെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്തത്. ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ബോറോവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ മെക്കാനിസമാണ് എന്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന്. അതായത് ലെൻഡറും യൂസറും തമ്മിലുള്ളൊരു ട്രാൻസ്മിഷൻ മെക്കാനിസമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നാച്ചർ എന്താണെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എക്സാമ്പിൾസ് ആർ സ്റ്റോക്ക് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, ഫോറക്സ്, കമ്മോഡിറ്റീസ് ആൻഡ് ദ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. ഇതൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റിന് എക്സാമ്പിളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എക്സാമ്പിളാണ്, ബോണ്ട് മാർക്കറ്റ് എക്സാമ്പിളാണ്, ഫോറക്സ് മാർക്കറ്റ് എക്സാമ്പിളാണ്, കമ്മോഡിറ്റീസ് മാർക്കറ്റ് എക്സാമ്പിളാണ്, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾസാണ്. ദേ ജനറേറ്റ് ആൻഡ് അപ്പോർഷൻ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുകയും അതിനെ വീതിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദേ സെർവ് ആസ് ഇൻ്റർമീഡിയറീസ് ഇൻ ദ പ്രോസസ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇവർ ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്നുള്ള പ്രവർത്തനത്തിൽ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് കൺവീനിയൻസ് ആൻഡ് ബെനഫിറ്റ്സ് ടു ദ ലെൻഡർ ആൻഡ് ബോറോവേഴ്സ്. ലെൻഡർക്കും ബോറോവർക്കും ഒരേ സമയം തന്നെ കൺവീനിയൻസും ബെനഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള നാച്ചർ എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ദേ പ്രൊമോട്ട് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ എ ബാലൻസ്ഡ് റീജിയണൽ ആൻഡ് സെക്ടറൽ അലോക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിബിൾ ഫണ്ട് സെക്ടറൽ അലോക്കേഷൻ നടത്തിയിട്ട് ബാലൻസ്ഡ് റീജിയണൽ ആൻഡ് സെക്ടറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ത്രൂ എ ബാലൻസ്ഡ് റീജിയണൽ ആൻഡ് സെക്ടറൽ അലോക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിബിൾ ഫണ്ട്.
ഇൻവെസ്റ്റബിൾ ഫണ്ടിൻ്റെ ബാലൻസ്ഡ് ആൻഡ് സെക്ടറൽ അലോക്കേഷനിൽ കൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നാച്ചറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നാച്ചർ, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ മീനിങ്, ക്യാപിറ്റൽ ഫോർമേഷനെ ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷനിൽ എത്ര തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. ഡെപ്റ്റ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.